السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. പരിശുദ്ധമായ ഇഅ്തികാഫ് നിയത്തോടുകൂടി അല്ലാഹുവിന്റെ ഭവനത്തിലിരിക്കുന്ന ഇരുത്തവും ചെയ്യുന്ന അമലക്ക് അല്ലാഹു വലിയ ഖബൂലിയത്തുള്ള അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മുടെ പള്ളിക്ക് ചുറ്റും മന്തിയുറങ്ങുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാട്ടിലെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ് അവന്റെ പള്ളികൾ എന്നത്. എന്നും ആ പരിശുദ്ധമായ ഭവനത്തിനെ വലിയ ആദരവോടെ, വലിയ ബഹുമാനത്തോടെ കണ്ടിരുന്നിട്ടുള്ള ഒരു സമൂഹവും സമുദായവും നമുക്ക് മുന്നേ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇപ്പോ പലപ്പോഴും പള്ളികളിൽ ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളെക്കാൾ ആളുകൾ കൂടുതലുണ്ട്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വായിക്കാം. പക്ഷെ പള്ളിയോടുള്ള ആദരവും ബഹുമാനവും പഴയ കാലങ്ങളെക്കാൾ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന പല പ്രവർത്തനങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നു. ഞാനിത് പറയുന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും നെഞ്ചത്തേറ്റ ഒരു കുത്തന്നോണം 1992 ഓഗസ്റ്റ് 6 പരിശുദ്ധമായ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിന് ഒരു അക്രമം നേടുന്നതിനേക്കാൾ വേദനയോടുകൂടി അവർ കാണുന്ന അവന്റെ ഈമാനിനേറ്റ ക്ഷതം പോലെയായിരുന്നു ബാബരി മസ്ജിദിന്റെ തകർച്ച എന്നത്. അള്ളാഹുവിന്റെ ഭവനം ഈ ഭൂലോകത്ത് സ്ഥിതി ചെയ്യപ്പെടുന്നത് അള്ളാഹുവിന്റെ വീടുകളാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, പള്ളി അത് അള്ളാഹുവിന്റെ വീടാണ്. ആ പള്ളിയിലേക്ക് കടന്നു വരുന്ന ആളുകളെ ബഹുമാനിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മേലിൽ ബാധ്യതയാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. പള്ളി അള്ളാഹുവിന്റെ വീടാ. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ ആ വന്ന ആളെ ശരിയാവണ്ണം സൽക്കരിച്ച് പറഞ്ഞേക്കുക എന്നുള്ളൊരു ബാധ്യത നമ്മുടെ മേലുണ്ടല്ലോ. അതുപോലെ പരിശുദ്ധമായ ഭവനമായ അള്ളാഹുവിന്റെ ഈ ഭവനത്തിലേക്ക് നമ്മളൊക്കെ വിശ്വാസത്തോടുകൂടി കടന്നു വരുമ്പോ ഈ വന്ന ആളുകളെ ബഹുമാനിക്കലും ആദരിക്കലും അള്ളാഹിന്റെ മേൽ ബാധ്യത എന്ന് പറയുമ്പോ നമ്മളൊക്കെ അള്ളാഹു ആദരിക്കപ്പെടേണ്ട ജനങ്ങളായിട്ട് മാറുകയാണ് അതിലൂടെ. അള്ളാഹു ആ വിഭാഗത്തിൽ പറഞ്ഞ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യാൻ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പള്ളിയെ സംബന്ധിച്ചിടത്തോളം പഴയ കാലങ്ങളിലൊക്കെ ആ പള്ളി ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലെ വലിയൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. ആത്മീയാവേശത്തിനപ്പുറത്തേക്ക് അതുകൊണ്ട് തന്നെ ആ പള്ളിയെ വലിയ ബഹുമാനത്തോടെയും ആദരവോടെയും കണ്ടിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. പള്ളിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ, അള്ളാഹുവിന്റെ വീട്ടിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ, സ്വാഭാവികമായിട്ട് നമ്മുടെ കുടുംബങ്ങളുടെ വീട്ടിലേക്കൊക്കെ നമ്മൾ കടന്നു പോകുമ്പോ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് പോലെ, ഒരു അഭിവാദ്യം അർപ്പിക്കുന്നത് പോലെ പരിശുദ്ധമായ അള്ളാഹിന്റെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹ്ക്ക് കൊടുക്കുന്ന ഒരു തഹിയ്യത്താണ് 2 റക്അത്ത് നിസ്കാരം എന്നുള്ളത്. പരിശുദ്ധമായ മതാഫിലേക്ക് കടക്കുമ്പോ തവാഫ് അവിടുത്തെ ഒരു തഹിയ്യത്തായതുപോലെ പരിശുദ്ധമായ ഈ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോ സുന്നത്ത് നിസ്കാരങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾ ഉപേക്ഷിക്കരുതേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുന്നത്ത് നിസ്കാരമുണ്ട്. അത് പരിശുദ്ധമായ തഹീത്ത് നിസ്കാര, വലിയ പവിത്രമായ നിസ്കാരമാണ്. പള്ളിയോടുള്ള ആദരവ് കുറഞ്ഞു പോകരുത് പ്രിയപ്പെട്ടവരെ. പഴയ കാലങ്ങളിലൊക്കെ അമുസ്ലിം സുഹൃത്തുക്കളോട് പോലും പള്ളിയുടെ മുമ്പിലൂടെ നടന്നു പോകുകയാണെങ്കിൽ അവർ തുണി മടക്കത്തിട്ട് കഴിച്ചിട്ടേ പോവുള്ളൂ. അതാ പള്ളിയോട് കാണിക്കുന്ന ഒരു ബഹുമാന. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും ആ ഒരു ബഹുമാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ഞാൻ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ സ്വന്തം ഒന്ന് വിചിന്തനം ചെയ്തു നോക്കണമല്ലോ. പള്ളിയുടെ മുമ്പിലൂടെ എന്തെങ്കിലും ഒരു സൗണ്ട് പോകുമ്പോ, അല്ലെങ്കിൽ ഒരു അനൗൺസ്മെന്റ് വാഹനം പോകുമ്പോ സ്വാഭാവികമായിട്ടും നിയമപരമായി തന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് മറ്റൊരു തലമാണ്. ആ ഒരു തലത്തിലില്ലാതെ ഒരു ആത്മീയമായി നമ്മൾ വായിക്കുമ്പോ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ പോവട്ടെ, അത്തരം സംഗതികളൊക്കെ ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നൊരു പ്രശ്നമല്ലാത്ത കോലത്തിലേക്ക് വരുന്നത് ഈമാനിന്റെ കുറവാണ് എന്ന് നമ്മൾ ഭാവിക്കണം പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ ഭവനത്തിൽ എന്തെങ്കിലും ഒരു കുറുമ്പ് കാണുമ്പോ, എന്തെങ്കിലും ഒരു അഴുക്ക് കാണുമ്പോ എടുത്തുകളയിൽ അവന്റെ ഈമാന്റെ ഭാഗമാണ്. അങ്ങനെ എടുത്തു കളഞ്ഞവൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിൽ നിന്നൊരു കരട് എടുത്തു കളഞ്ഞതിന് തുല്യമാണ് എന്ന് പറഞ്ഞ മഹാന്മാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഉച്ചത്തിൽ സംസാരിക്കരുത്. പള്ളിയിലേക്ക് കയറുമ്പോൾ പഴയ പള്ളികളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൻ കഴിയും. ഇപ്പൊ നമുക്ക് നല്ല വിശാലമായ വാതിലുകളൊക്കെയാണ്. പഴയ കാലത്തെ പള്ളിയുടെ വാതിലുകൾക്ക് ചെറിയ വാതിലൊക്കെ ക്യാഷിന്റെ അകത്തോണ്ടൊന്നല്ല. കാരണം അതിനേക്കാൾ വലിയ ക്യാഷ് കൊടുത്ത് വലിയ മരപ്പണികൾ ചെയ്ത പള്ളിക്ക് പോലും, പഴയ പള്ളി നമുക്കറിയാം, നമ്മുടെ ജുമാഅത്ത് പള്ളി പോലും പഴയ കാലത്തൊക്കെ ചെറിയ വാതിലുണ്ടാവുക. അവിടെ എത്തുമ്പോൾ താഴ്മയോട് കൂടി കുനിഞ്ഞ് മാത്രമേ പള്ളിയിലേക്ക് കയറാൻ പറ്റൂ. എന്നാ ആവേശത്തോടാണ് ഓടിക്കയറുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട്.
അതൊക്കെ പള്ളിയോട് നമ്മൾ കാണിക്കുന്ന ഒരു അനാദരവായി പോകുന്നുണ്ടോ? ഈ പള്ളിക്ക് വലിയ വാതിൽ വെച്ച് അനാദരവാണ് എന്ന് പറഞ്ഞതല്ലേ ഈ അർത്ഥം? നമ്മളുടെ ശരീരത്തിൽ, നമ്മുടെ ശരീരഭാഷത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ പള്ളിയോട് സമീപിക്കാൻ പറ്റാത്ത പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മളൊക്കെ ശ്രദ്ധിച്ചു നോക്കണം. കേവലം ഏതെങ്കിലും ശത്രുക്കളാൽ ഒരു പള്ളി പൊളിക്കപ്പെടുമ്പോ 4 സ്റ്റാറ്റസ് വെച്ചത് കൊണ്ട് മാത്രം പള്ളിയോടുള്ള സ്നേഹം, മുസൽമാന്മാർക്ക് അവിടെ പള്ളിയുമായിട്ടുള്ള സ്നേഹം കഴിഞ്ഞു എന്ന് നമ്മൾ ധരിക്കണ്ട. പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബ നമ്മളെ പരിചയപ്പെടുന്ന ഒരു ആയത്തുണ്ട്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമസ്സലാ വആതസ്സകാ വലം യഖ്ശ ഇല്ലല്ലാഹ്. പടച്ച റബ്ബിന്റെ ഭവനം പരിപാലിക്കപ്പെടുന്നത് ആർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ? അല്ലാഹു വിശ്വസിക്കുന്ന ആളുകൾക്ക്, ഖിയാമത്ത് നാൾ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾക്ക് പോരാ. നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾക്ക് പള്ളി പരിപാലിക്കാൻ കഴിയൂ. വലം യഖ്ശ ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ അല്ലാതെ ആരെയും അവർക്ക് പേടിക്കൂല. ദുനിയാവിൽ ഒരാളെയും അവർക്ക് പേടിണ്ടാവൂല. പടച്ച റബ്ബിനെ മാത്രം പേടിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങൾക്ക് മാത്രമേ പള്ളിന്റെ ഇമാറത്ത് സാധ്യമാകൂ. അവർക്ക് മാത്രമേ കഴിയൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയാം. എന്താ ഇമാറത്ത്? കേവലം പള്ളി കൈകലും വൃത്തിയാക്കലും അതിന്റെ കമ്മിറ്റി പ്രവർത്തനങ്ങളും മാത്രമൊന്നല്ല. ഓരോ നേരത്തും പള്ളി വിനാരങ്ങളിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ അവിടെ ചെന്ന് നിസ്കരിക്കലാണോ? എത്രത്തോളം സൂറത്തിൽ ആ ആയത്ത് പരിശുദ്ധ റബ്ബ് കൊണ്ടുവരാൻ പാടുള്ള സാഹചര്യം പോലും അതാണ്. അത്തരത്തിൽ പള്ളിയുടെ പരിപാലനം, ബാങ്ക് കേൾക്കുമ്പോൾ പള്ളിയിൽ പോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതാണ് പള്ളിയോടുള്ള സ്നേഹം. ഒരു പള്ളിയുടെ മുന്നിലേക്ക് പോകുമ്പോൾ അതെന്റെ ഈമാനിന്റെ സാംസ്കാരിക കേന്ദ്രമാണെന്നോ നമുക്ക് ധരിക്കാൻ കഴിയുന്നുണ്ടോ? അത് പള്ളിയുമായിട്ടുള്ള ബഹുമാനമാണ്, ഈമാന്റെ ഭാഗമാണ്. ഏത് പള്ളി കണ്ടാലും ആ പള്ളിയോടുള്ള ഒരു ബഹുമാനം, പള്ളിയിലേക്ക് കയറുമ്പോൾ ആദരവോടുകൂടെ, ഓടാതെ ചാടാതെ കൃത്യമായ അതവോടുകൂടി പള്ളിയിലേക്ക് 2 റക്അത്ത് തഹിയ്യത്ത് നിർവഹിച്ച് പള്ളിയോടുള്ള സ്നേഹം കാണിക്കാൻ നമുക്ക് കഴിയണം. പള്ളിന്റെ പരിപാലനവും അങ്ങനെ തന്നെയാണ്. ഒരു നയാ പൈസ ലാഭമില്ലാതെ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾക്ക് അതിനു വേണ്ടി പ്രയത്നിക്കുമ്പോ അതിനോടൊക്കെ ചേർന്ന് നിന്നിട്ട് ആ പള്ളിയുടെ ഒരു ഭാഗമാക്കാവാൻ നമുക്ക് കഴിഞ്ഞാൽ പടച്ച റബ്ബിന്റെ അടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു വീട് സ്ഥാപിച്ചാൽ, അല്ലാഹു പറയാ, ആരെങ്കിലും ഒരു വീട് സ്ഥാപിച്ചാൽ, അതല്ല വീടിന്റെ ആ സ്ഥാപനത്തിന് വേണ്ടി ആരെങ്കിലും സഹായം ചെയ്തു കൊടുത്താൽ അവർക്ക് സ്വർഗ്ഗത്തിൽ കൊട്ടാരമുണ്ടെന്നോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, പള്ളിയോടുള്ള ബഹുമാനവും ആദരവും, ആ പള്ളിയിൽ നിന്ന് ബാങ്കുകൾ കേൾക്കുമ്പോൾ ആ മിനാരങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നവരായി നമ്മൾ മാറുമ്പോഴാണ് നിർവഹിക്കപ്പെടുന്നത്. പള്ളിയിലേക്ക് നമ്മൾ നടക്കുമ്പോ, പള്ളിയിലേക്ക് നമ്മൾ കയറുമ്പോ, പള്ളിയിൽ നമ്മൾ സംസാരിക്കുമ്പോ ദുന്യവിയായിട്ടുള്ള ഒരു സംസാരം പോലും സംസാരിക്കരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കാണാം, പള്ളിയിൽ വെച്ചിട്ട് ദുന്യവിയായ സംസാരം ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ 40 വർഷത്തെ അമലുകൾ അവന്റെ പൊളിഞ്ഞു പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പള്ളിയോടുള്ള ബഹുമാനം കുറഞ്ഞു പോരുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. വലിയ ആഡംബരമുള്ള പള്ളികൾ ഉയർന്നു വരുമെന്നും എന്നാൽ ഈമാനുള്ള ആളുകളുടെ ഇബാദത്ത് കുറഞ്ഞു വരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയുടെ ഇമാറത്തും അതിന്റെ ആവേശവും ഒക്കെ ഈമാനിന്റെ ഭാഗമാക്കണം. കേവലം സ്റ്റാറ്റസുകളിൽ ഒരു ബാബരി ഡേ വരുമ്പോ ഒരു സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് ആ വൈകാരിക പൂർത്തീകരണം നടത്തുന്നതിനപ്പുറത്തേക്ക് ഞാനും നിങ്ങളും പള്ളിയോടുള്ള എല്ലാവിധ അർഹമായ ബാധ്യതകളും നിർവഹിക്കുന്നവരാണോ? ആ പള്ളിയിലേക്ക് ബാങ്ക് വീട്ടിൽ നിന്ന് കേൾക്കുമ്പോ എല്ലാ സൗകര്യവും ഉണ്ടായിട്ട് പള്ളിയുടെ ജമാഅത്തിൽ പങ്കെടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? പള്ളിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സമ്പ്രദായം, ഒരു സംവിധാനം വരുമ്പോ അതിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ കൂടിയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പള്ളിയോടുള്ള ഒരു ബഹുമാന ആദരവ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റബ്ബിനെ സ്നേഹിച്ച് അവന്റെ പള്ളിയുമായി ബന്ധിപ്പിച്ച് അല്ലാഹുവിന്റെ റസൂൽ 7 വിഭാഗം ആളുകളെ നാളെ ആഖിറത്തിൽ അവന്റെ പ്രത്യേകമായ അർശിന്റെ നീ ലഭിക്കുന്ന വിഭാഗത്തിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അതിൽ പ്രധാനപ്പെട്ട ഒരു കൂട്ടർ ഏതാ? ഒരു മനുഷ്യൻ അവന്റെ കൽബ് ഏത് സമയവും പള്ളിയുമായി ബന്ധിപ്പിക്കപ്പെട്ട ആളുകൾ. ഒരു നിസ്കാരം കഴിയുമ്പോൾ അടുത്ത നിസ്കാരത്തിലേക്ക്, പള്ളിയിലേക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കാൻ, ഇങ്ങനെ പള്ളിയുമായി പള്ളി എന്നുള്ള ശുഅൽ കൊണ്ട് നടക്കുന്ന ഒരാൾ അവൻ നാളെ അർശിന്റെ നീ ലഭിക്കുമെന്നോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ വിഭാഗത്തിൽ പെടാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ ഇത്തരം ഈമാനിക കേന്ദ്രങ്ങളായ പള്ളികളൊക്കെ അതിന്റെ കൃത്യമായ പരിപാലനത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കും നമ്മുടെ വരും തലമുറക്കൊക്കെ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.